ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു പയർ തോരനാണ്. അച്ചിങ്ങ പയർ, വള്ളിപ്പയർ, പച്ചപ്പയർ എന്നൊക്കെ പറയുന്ന പച്ചപ്പയർ വെച്ചുള്ള തോരനാണ്. ഒരു വെറൈറ്റി ആയിട്ടാണ് വയ്ക്കുന്നത്. നമ്മൾ സാധാരണ വയ്ക്കുന്നത് ഇത്തിരി വ്യത്യസ്തമായിട്ട് എങ്ങനെ വയ്ക്കുന്നത് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ പച്ചപ്പയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കൊന്ന് ഒടിച്ചെടുക്കണം. ഒടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മെഴുക്കുവരട്ടിക്ക് എടുക്കുന്ന കണക്കല്ല, തോരൻ്റെ അത്രയല്ല. ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് എടുക്കാം. ഞാൻ ഈ ഒരു കണക്കിനാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറും സവാളയും ഇഞ്ചിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1/4 ടീസ്പൂൺ കടുക് ഒന്നിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പയറും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പയർ തോരൻ വയ്ക്കുമ്പം ഇഞ്ചി ചേർക്കാറില്ല, ഞാൻ ചേർക്കാറില്ല കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ ചേർത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതാണ്ട് ഇത് നമ്മൾ കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് വേവിക്കാം. പകുതി വെന്ത ശേഷം മാത്രം ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കണം, പച്ചമുളക് ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ പച്ചമുളകും തേങ്ങയും കൂടെ ചതച്ചാണ് എടുക്കുന്നത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കല്ലേ, ആവി തന്നെ ഇരുന്ന് വെന്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം 1/4 ഭാഗം വെന്ത ശേഷം നമുക്കിതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പകുതി വെന്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ചേർത്ത ശേഷം ഞാൻ ഇളക്കുന്നില്ല കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്തതും തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ആവി കയറിയ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. അല്പം പോലും കുഴഞ്ഞു പോകാതെ നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റുമേ. അപ്പം നല്ലതുപോലെ ആവി കയറിയ ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞതുപോലെ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഇല്ലേ. ഇപ്പോൾ ദേശം തന്നെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അല്പം പോലും കുഴഞ്ഞു പോകാൻ നമ്മൾ അടിപൊളിയായിട്ട് പയറുതോരൻ റെഡിയാക്കി എടുത്തേ. ഇതുപോലെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പച്ചപ്പയർ വെച്ച് നമ്മൾ മെഴുക്കുവരട്ടി വയ്ക്കാറുണ്ട്, ഇതുപോലെ അല്ലാതെ തോരൻ വയ്ക്കാറുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ ഒരു തോരനോട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും പയർ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.